السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധമായ റമളാൻ അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന അനർഘമായ നിമിഷങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ലഭിച്ചവരിൽ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ, നരകമോചനം ലഭിക്കുന്നവരിലും സ്വർഗപ്രവേശനം ലഭിച്ചവരിലുമൊക്കെ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വീഡിയോയിൽ നാം തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ച് സംസാരിച്ചു. വീഡിയോ കണ്ടതിന് ശേഷം പലരും തസ്ബീഹ് നിസ്കരിച്ചു എന്ന സന്തോഷവും അറിയിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൂടുതലാരും ശ്രദ്ധിക്കാത്ത, കൂടുതലാരും നിസ്കരിക്കാത്ത, എന്നാൽ വളരെയേറെ ശ്രേഷ്ഠതയും പ്രതിഫലവും ലഭിക്കുന്ന ഒരു നിസ്കാരത്തെ സംബന്ധിച്ചാണ്. സ്വലാത്തുൽ അവ്വാബീൻ, അവ്വാബീൻ നിസ്കാരം. അവ്വാബീൻ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നാണ്. അവ്വാബീൻ നിസ്കാരത്തിന്റെ സമയം മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയമാണ്. മുഅ്മിനീങ്ങളായ വിശ്വാസികളെ സംബന്ധിച്ച് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം അത് വളരെ ശ്രേഷ്ഠമായ സമയമാണ്. ആ സമയത്ത് നമ്മൾ ധാരാളമായി നിസ്കരിക്കാൻ വേണ്ടിയും ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയും മറ്റു ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയും നാം ഉപയോഗപ്പെടുത്തണം. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ വലിയുമ്മമാർ, വലിയുപ്പമാർ, ഉമ്മമാർ അവർ സ്വയമായും മക്കളെയുമൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയും ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയും മദ്രസകളിൽ പഠിച്ച വിഷയം പഠിച്ചോതാൻ വേണ്ടിയും ഒക്കെ നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല അവസ്ഥ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ സാഹചര്യത്തിൽ മുഅ്മിനീങ്ങളായ നമ്മുടെ വളരെ ശ്രേഷ്ഠമായ ആ സമയത്തെ നശിപ്പിക്കാൻ വേണ്ടി സീരിയലുകളും സിനിമകളും ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കേണ്ടുന്ന സമയം ഈ ശ്രേഷ്ഠമായ സമയത്താണ്. 20 റക്അത്താണ് സലാത്തുൽ അവ്വാബീൻ. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത്. 2 റക്അത്താണ് നിസ്കരിക്കാൻ കഴിയുന്നതെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക. 4 കഴിയുന്നവർ 4 നിസ്കരിക്കുക. 6 കഴിയുന്നവർ 6 നിസ്കരിക്കുക. എത്രയാണോ ഒരാൾക്ക് കഴിയുന്നത് അത്ര റക്അത്തുകൾ സലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കാൻ നാം ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം, അതിന്റെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം മറ്റു സംസാരങ്ങളിലൊന്നും ഏർപ്പെടാതെ ഒരാൾ 6 റക്അത്ത് അവ്വാബീൻ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ 12 വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരാൾക്ക് 20 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്കൊരു ഭവനം നിർമ്മിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായ നിസ്കാരമാണ് സലാത്തുൽ അവ്വാബീൻ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ നാം ശ്രമിക്കണം. നമ്മൾ ഓരോ വിഷയം കേൾക്കുന്ന സമയത്തും, ഒരു പുതിയ വിഷയം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അതിനെ നാം ശ്രമിക്കണം. ഒരാളുടെ ഇന്നലെയും ഇന്നും സമമാണെങ്കിൽ അയാൾ പരാജിതനാണ്. കഴിഞ്ഞയാഴ്ചയും ഈ ആഴ്ചയും സമമാണെങ്കിൽ അയാൾ പരാജിതനാണ്. കഴിഞ്ഞ മാസവും ഈ മാസവും സമമാണെങ്കിൽ അയാൾ പരാജിതനാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും സമമാണെങ്കിൽ അയാൾ പരാജിതനാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നന്മകളെ കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ വിജയികളുടെ വഴിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സലാത്തുൽ അവ്വാബീന്റെ രൂപം. സലാത്തുൽ അവ്വാബീൻ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക, ശേഷം വജ്ഹത്ത് ഓതുക, പിന്നെ ഫാത്തിഹ പാരായണം ചെയ്തതിന് ശേഷം സൂറത്ത് ഓതുക. ഉദാഹരണമായി, ഒരാൾ 6 റക്അത്താണ് അവ്വാബീൻ നിസ്കരിക്കുന്നത് എങ്കിൽ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതാം. രണ്ടാമത്തെ റക്അത്തിൽ ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്ത് ഓതാം. മൂന്നാമത്തെ റക്അത്തിൽ തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ് എന്നുള്ള സൂറത്ത് ഓതാം.
നാലാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹ് ഓതാം. അഞ്ചാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും, ആറാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഇങ്ങനെ സൂറത്തുകൾ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. ഇന്നു മുതൽ തന്നെ ഈ സ്വലാത്തുൽ അവ്വാബീൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ നാം ശ്രമിക്കണം. ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നാം നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഗ്രിബ് നിസ്കരിച്ച് അതിന്റെ സുന്നത്തും നിസ്കരിച്ചതിന് ശേഷം ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈമാനിനെ സംരക്ഷിക്കും, അല്ലാഹു തആല അവന്റെ ഈമാനിനെ സൂക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഈമാനിനെ നശിപ്പിക്കാൻ വേണ്ടി പല ആളുകളും നമ്മുടെ ചുറ്റുഭാഗത്തും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാന കാലമാകുമ്പോ മുഅ്മിനീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പ്രഭാതത്തിൽ വിശ്വാസിയായവൻ, മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറാകുന്നൊരവസ്ഥ. വൈകുന്നേരം മുഅ്മിനായവൻ പ്രഭാതമാകുമ്പോഴേക്കും കാഫിറാകുന്നൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ എൻ്റെ ഉമ്മത്ത് കടന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള നിസ്കാരം എന്ന് നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നല്ല ഈമാനോടുകൂടെ അവസാനം ഹുസ്നുൽ ഖാത്തിമയോടെ മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.